ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു കാര്യം ഒന്നും കൂടെ പറയുകയാണ്. ഇതിന്റെ PDF വേണ്ടവർക്ക് താഴെ ഞാൻ PDFന്റെ ലിങ്ക് കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ ഈ PDF ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് പഠിക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2026 ഡിഗ്രി ലെവൽ പ്രിലിംസിന് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒഴിവാക്കരുതാത്ത 50 ഹോട്ട് ടോപ്പിക്സ്. 50 ഹോട്ട് ടോപ്പിക്സ് നമ്മൾ പറയുന്നുള്ളൂ. ഈ 50 ഹോട്ട് ടോപ്പിക്സും 2021 മുതൽ 2025 വരെയുള്ള എല്ലാ എക്സാംസിനും ഡിഗ്രി ലെവൽ എക്സാംസിനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പോർഷൻസ് ആണ്. അതുകൊണ്ടാണ് 50 ടോപ്പിക്സ് എന്ന് എടുത്തു പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു PDF താഴെ കൊടുത്തേക്കാം. അതുപോലെ എന്തൊക്കെയാണ് ഞങ്ങൾ പഠിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് കോൾസ് വരുന്നുണ്ട്. അപ്പൊ ഒരുപാട് റിസോഴ്സസ് പഠിക്കണോ? അപ്പൊ ഒന്നാമത്തെ കാര്യം, ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വരാൻ പോകുന്നത്. എങ്കിലും വാസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. മീൻസ് ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കേണ്ട. നമുക്ക് ഒഴിവാക്കാൻ പാടില്ലാത്തത് NCERT ഒഴിവാക്കരുത് നിങ്ങൾ. പ്രത്യേകിച്ച് NCERTയില് +1 +2 പോർഷൻസ് ഒരിക്കലും ഒഴിവാക്കരുത്. നമ്മുടെ ജോഗ്രഫി ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ +1 +2 NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് യൂസ് ചെയ്ത് പഠിക്കുക. അവിടെ ചിലർ ചോദിക്കുന്നുണ്ട്, പുതിയ NCERT ആണോ പഴയ NCERT ആണോ? നിങ്ങൾ പഴയ NCERT തന്നെ പഠിച്ചാൽ മതി. അപ്പൊ ഒന്നും 10ാം ക്ലാസ് വരെ പഠിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് +1 +2 നിങ്ങൾ ഒഴിവാക്കരുത്. +1 +2 നന്നായിട്ട് പഠിക്കാം. പിന്നീട് നിങ്ങൾ ഓരോ ടോപ്പിക്സും എടുക്കുക. ഈ ഓരോ ടോപ്പിക്സും എടുത്തതിന് ശേഷം അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് നല്ല ഏതെങ്കിലും വീഡിയോസ്, ഇപ്പൊ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരാണെങ്കിൽ നല്ല വീഡിയോസ് ഒരുപാട് യൂട്യൂബിൽ കിടപ്പുണ്ട്. ആ യൂട്യൂബിൽ പോയിട്ട് ആ വീഡിയോ കൃത്യമായിട്ട് കണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്, ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് അടിസ്ഥാനപരമായിട്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുക. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ NCERT വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കേരള ഹിസ്റ്ററിയിൽ നിന്നൊന്നും കിട്ടില്ല, ബാക്കി നോർമൽ ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പോർഷനുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ഏതാണെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് റെഫർ ചെയ്ത് നോക്കാം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പണ്ടേ ചെയ്തിട്ടുണ്ട്. അപ്പൊ സമയം അനുസരിച്ച് ഞാൻ അതും കൂടെ ലിങ്കും കൂടെ തരാം. അതായത് ഏത് പോർഷൻ എവിടെ കിടക്കുന്നു എന്നുള്ളത് സമയം അനുസരിച്ച് തരാം. അതുപോലെ ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ടോപ്പിക്ക്, ഫോർ എക്സാമ്പിൾ അറൈവൽ ഓഫ് യൂറോപ്യൻസ്. അറൈവൽ ഓഫ് യൂറോപ്യൻസിനകത്ത് നമുക്കറിയാം പോർച്ചുഗീസുകാരുടെ വരവ്, ഡച്ചുകാരുടെ വരവ്, ബ്രിട്ടീഷുകാരുടെ വരവ് ഒക്കെ മിക്ക ചോദ്യ പേപ്പറുകളിലും കാണുന്നുണ്ട്. അപ്പൊ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ എവിടെ നിന്നാണ് വരുന്നതെന്നും അറിയാമല്ലോ, ശ്രീധര മേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ആ ടെക്സ്റ്റ് ബുക്കിലെ ആ ചാപ്റ്റർ മാത്രം, അതായത് അറൈവൽ മാത്രം പഠിക്കുക. ഈ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ പറയുമ്പോഴത്തേക്ക് പലരുടെയും ചിന്ത ഈ പുസ്തകം മൊത്തം പഠിക്കണം എന്നുള്ളതാണ്. അതുപോലെ സ്പെക്ട്രം എന്നുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് പല ചാനൽസും അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പറയുന്ന പോലെ തന്നെ നമ്മളും പറഞ്ഞിട്ടുണ്ട്. സ്പെക്ട്രം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ പഠിക്കാനല്ല നമ്മൾ പറയുന്നത്, അതിൽ നമുക്ക് വേണ്ട പോർഷൻസ് പഠിക്കാനാണ്. അപ്പൊ അത് സെലക്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ പറയും. ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ പറയുമ്പം എല്ലാവരും പറയും ഈ ഇത്രയും പഠിക്കാനുണ്ട്. അതിനകത്ത് എല്ലാം പഠിക്കാനല്ല നമ്മൾ പറയുന്നത്. നമുക്ക് വേണ്ട പോർഷൻസ് വളരെ ചെറുതായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഒരു 500 പേജ് ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് വേണ്ട പേജുകൾ എന്ന് പറയുന്നത് 50ൽ താഴെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് പോകാതെ ഉള്ള ടെക്സ്റ്റ് ബുക്കുകളെ നമ്മൾ റിസോഴ്സസ് ആക്കി മാറ്റാൻ കഴിയണം. അതുപോലെ നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ ഒരു റെഫറൻസ് എന്ന് പറയുന്നത് 21 മുതൽ 25 വരെ ചോദിച്ചിട്ടുള്ള ഡിഗ്രി ലെവൽ മെയിൻസ്, പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണം. ആ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണം നിങ്ങൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക. ആവശ്യമില്ലാത്ത ആൻസൈറ്റീസ് മാറ്റി വെക്കുക. പഠിക്കാനുള്ളത് നിങ്ങൾ പഠിച്ചങ്ങ് പോവുക. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണ് ഒരു ടോപ്പിക് എടുത്തു, നമ്മളിപ്പോൾ അറൈവൽ ഓഫ് യൂറോപ്യൻസ് എടുത്തു. ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ആധികാരികമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് വ്യൂസ് ഉള്ളത് നല്ല ക്ലാസ് ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. എങ്കിലും വ്യൂസ് കൂടി, ലൈക്സ് കൂടി കഴിഞ്ഞാൽ ക്ലാസ്സിന് ഒരു ഒതന്റിസിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ഇതുവരെ കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ആരുടെ ക്ലാസ് ആണോ ആ ക്ലാസ് കേട്ട് ഇതിനെ പറ്റിയിട്ട് മാക്സിമം അവർ പറയുന്നത് കേട്ട് ലെക്ചർ നോട്ട് പോലെ പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും റാങ്ക് ഫയൽസ് ഉണ്ടെങ്കിൽ ആ റാങ്ക് ഫയൽസുമായിട്ട് ഒത്തുനോക്കി എക്സ്ട്രാ പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നോട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ പറഞ്ഞതുകൊണ്ട് തന്നെ NCERTയിലെ ഏതെങ്കിലും പോർഷൻസിനകത്ത് ഈ ടോപ്പിക് ഉണ്ടെങ്കിൽ അതും കൂടെ നന്നായിട്ട് വായിക്കുക. അപ്പം ഈ അറൈവൽ ഓഫ് യൂറോപ്യൻസ് ഉറപ്പായിട്ടും നമ്മൾ മറ്റേ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതി. NCERT SCERTയിൽ മാക്സിമം അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്. ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് സ്ഥിരം ചോദ്യം വരുന്നത്. സോ അതിൽ തന്നെ ഉറപ്പിക്കുക.
ഇത്രയാവുമ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്ക് നന്നായിട്ട് ഉറയ്ക്കും. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ തനിയെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും കോച്ചിങ് സെന്ററുകളിലോ ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നവരാണെങ്കിൽ കേരള ഹിസ്റ്ററിയുടെ ഓരോ സെറ്റുകൾ ഇങ്ങനെ തരുമല്ലോ മോക്ക് ടെസ്റ്റിന്റെ, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നമ്മളൊരു സ്റ്റഡി പ്ലാൻ പോലെ തരികയോ ഒക്കെ ചെയ്യാം. മാക്സിമം നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. നമുക്ക് നോക്കാം. കേരള ഹിസ്റ്ററിയിൽ ഞാൻ വായിച്ചങ്ങ് പോവാണ്. PDF താഴെ കൊടുത്തേക്കാം. അറൈവൽ ഓഫ് യൂറോപ്യൻസ്, അതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞു ഒരുപാട് യൂറോപ്യൻസ് വന്നിട്ടുണ്ട്. ആ ഓർഡറിൽ തന്നെ പഠിക്കാം. യൂറോപ്യന്മാരുടെ കോൺട്രിബ്യൂഷൻസ്, അപ്പൊ ഓരോരുത്തരുടെയും കൂട്ടത്തിൽ തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻസും അവരുടെ പോരായ്മകളെ പറ്റിയിട്ടും ഇപ്പൊ അവരുടെ മതനയമൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, അതെല്ലാം പഠിക്കണം. അതുപോലെ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, അതിനകത്ത് മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയും നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം സോഷ്യൽ റിലീജിയസ് റീഫോം മൂവ്മെന്റ്സ് ആണ്. സോഷ്യൽ റിലീജിയസ് റീഫോം മൂവ്മെന്റ്സ്. അതിനുശേഷം നാഷണൽ മൂവ്മെന്റ്, കേരളത്തിലെ നാഷണൽ മൂവ്മെന്റ്സ് ഏതൊക്കെയാണ്, ഐക്യ കേരള പ്രസ്ഥാനത്തെ പറ്റിയിട്ട് നോക്കുക. അങ്ങനെ 7 or 6 ടോപ്പിക്സ് ആണ് ഈ ഒരു കേരള ഹിസ്റ്ററിയിൽ നിന്നും ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് തരുന്നത്. അത് കൃത്യമായിട്ട് നോക്കുക. ദെൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ മാക്സിമം നിങ്ങൾ ചുരുക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. മാർക്ക് വളരെ കുറവും അതുപോലെ ടോപ്പിക്സ് വളരെ കൂടുതലുമാണ്. സോ അവിടെ കൂടുതൽ നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കണമെന്നില്ല. ഒഴിവാക്കാമെങ്കിൽ ഒഴിവാക്കാം. എല്ലാം പഠിച്ചതിന് ശേഷം ഒന്നുകൂടെ നോക്കിയാൽ മതി. അവിടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, മഹാത്മാഗാന്ധിയും ഇൻഡിപെൻഡന്റ് മൂവ്മെന്റും സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ്, ഇത്രയും പോർഷൻസ് ഞാൻ പറയുന്നുള്ളൂ. ഒരുപാട് അങ്ങ് വാസ്റ്റ് ആയി പഠിക്കേണ്ട. സമയമുള്ളവർ ന്യൂസ് പേപ്പേഴ്സും ജേർണൽസും ഒക്കെ നോക്കുക. ദെൻ വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്ത് ഇംഗ്ലണ്ടിന്റെ റവല്യൂഷൻ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ആ NCERT ടെക്സ്റ്റ് ബുക്കിൽ +2 വെച്ചിട്ട് പഠിച്ചാൽ മതി. ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ എർത്തിന്റെ സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, ലാൻഡ് ഫോംസ് ഉണ്ടല്ലോ, അതിപ്പോ സ്ഥിരം ചോദ്യമാണ്. പ്രഷർ ബെൽറ്റും വെൻസും, ഓഷൻ മൊത്തം പഠിക്കാൻ ഞാൻ പറയുന്നില്ല. ഓഷൻ കറന്റ്സ്, കോൾഡ് കറന്റും ഹോട്ട് കറന്റ്സിനെ പറ്റിയിട്ട് ചോദ്യം വരുന്നുണ്ട്, അത് പഠിക്കുക. ഇന്ത്യയുടെ ഫുൾ ജോഗ്രഫി പഠിക്കുക. ഇന്ത്യയുടെ ക്ലൈമറ്റ് പഠിക്കുക. എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഈ ഒരു 23ാമത്തെ ടോപ്പിക് ഉണ്ടോ, നാഷണൽ ഇൻകം പെർ ക്യാപിറ്റ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഞാൻ ഒരു ടോപ്പിക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഉണ്ട്, പിന്നെ +2 ഉണ്ട്. അവിടെ +2 നിന്നാണ് സ്ഥിരം ചോദ്യങ്ങൾ വരുന്നത്, മാക്രോ എക്കണോമിക്സിൽ നിന്ന്. അപ്പൊ അത് ഒഴിവാക്കരുത്. ദെൻ 5 year പ്ലാൻസ് സ്ഥിരം നമ്മൾ പഠിക്കുന്നതാണ്, ഉറപ്പായിട്ടും ചോദ്യം വരുന്ന ഒരു ഏരിയ. നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം കറണ്ട് അഫയേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. RBIയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ കറണ്ട് അഫയേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ബഡ്ജറ്റും അങ്ങനെ തന്നെ. ഫിസ്ക്കൽ പോളിസി, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഇത് ഇത്രയും എപ്പോഴും ചോദിക്കാറുണ്ട്. എക്കണോമിക്സ് വളരെ ചുരുക്കം ടോപ്പിക്സും 5 മാർക്കുമാണ്. അതുകൊണ്ട് തന്നെ എക്കണോമിക്സിനകത്ത് ഒരുപാട് ഒഴിവാക്കാൻ പറയുന്നില്ല. ദെൻ സിവിക്സിലേക്ക് വരുമ്പം കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സേ പറയുന്നുള്ളൂ. ഗവൺമെന്റ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ, ലെജിസ്ലേച്ചറും സ്കീമുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും സ്കീമുകൾ, ഈ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, നമുക്ക് ഒരുപാട് ഒഴിവാക്കാനില്ല. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, പ്രിയാമ്പിള്, ഫണ്ടമെന്റൽ റൈറ്റ്സും കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്, എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പഞ്ചായത്തി രാജ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നിങ്ങളുടെ സമയം അനുസരിച്ചിട്ടാണ്. മാക്സിമം ഇതെങ്കിലും പഠിക്കുക. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും ഷോർട്ട് ചോദ്യമാണ് റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ്. ISRO സ്ഥിരം ചോദ്യമാണ്. ISROയുടെ വിക്ഷേപണത്തിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട പോളിസീസും ട്രീറ്റീസും, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത്, അത് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. കറണ്ട് അഫയേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഫോറസ്റ്റും വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ലീഗലി ഉള്ള പ്രശ്നങ്ങൾ, അതുപോലെ ലീഗലി ആക്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഇന്ത്യയും പുറം രാജ്യങ്ങളും എടുത്തിട്ടുള്ള ഇനിഷ്യേറ്റീവ്സും നോക്കുക. ദെൻ 44ാമത്തെ ടോപ്പിക്ക് നോക്കിക്കേ, കറണ്ട് ഇവന്റ്സ് ആണ്. അതായത് അവാർഡുകളുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് ഇവന്റ്സ് നന്നായിട്ട് നോക്കിയിട്ട് പോവുക. ദെൻ 5 ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ സയൻസ് ഉള്ളത്. ഈ 5 ടോപ്പിക്കിൽ നിന്നും സ്ഥിരം ചോദ്യമുണ്ട്. സോ നമുക്കത് ഒന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ആ 5 ടോപ്പിക്കും നമ്മൾ പഠിക്കണം. അങ്ങനെ 50 ഹോട്ട് ടോപ്പിക്സ് ആണ് GK പോർഷൻസ്. അതായത് GK പോർഷൻസ് എല്ലാവർക്കും അറിയാം, 50 മാർക്കാണ് നമുക്ക് GK പോർഷൻ. ഈ 50 മാർക്കിനകത്ത് എങ്ങനെ പോയാലും ഇത്രയും കവർ ചെയ്താൽ നിങ്ങൾക്കൊരു 35 മുതൽ 39 മാർക്ക് വരെ കൃത്യമായിട്ട് സ്കോർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ തൊട്ട് താഴെ PDF കൊടുത്തേക്കാം. അതുപോലെ കോഴ്സ് ഞാൻ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. തിരക്കൊക്കെ കാരണമാണ് ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സ്പീഡിൽ തീർക്കാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പം ആർക്കെങ്കിലും ഒക്കെ PDF വേണമെങ്കിൽ ഞാൻ ഇതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഡൗൺലോഡ് ചെയ്യുകയോ
അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും PDF വേണമെങ്കിൽ ടെലഗ്രാമിലോട്ടുകൂടെ ഇട്ടേക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.